എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും തന്നെയും ഈ ഒരു പുതിയ വർഷം 2025 ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ ദുബായിലെ ലവ് ലേക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ലേക്കാണ് ലവ് ലേക്ക്. അപ്പോൾ നെയിം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ലേക്കിന് അങ്ങനെ ഒരു പേര് നൽകാൻ കാരണം നമ്മൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലോ മറ്റോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഒരു ലേക്കിൻ്റെ ഓവറോൾ സ്കൈ വ്യൂവിലാണെങ്കിലും നമുക്ക് ഒരു 2 ഹാർട്ട് കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പാണ് ഈ ഒരു ലേക്കിനുള്ളത്. ശരിക്കും വിൻ്റർ സീസൺ വന്നാൽ ദുബായിൽ വിസിറ്റ് ചെയ്യേണ്ട വൺ ഓഫ് ദ ലൊക്കേഷൻ അൽഖുദ്ര അല്ലെങ്കിൽ ലവ് ലേക്കാണ്. ലവ് ലേക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ അൽഖുദ്ര ലേക്കുമുള്ളത്. ശരിക്കും ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെയും ഇവിടെ ഒരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് വന്നാൽ ഉണ്ട്. പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടമുള്ളവർക്കും നല്ല സൈലൻ്റായിട്ട് ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ഒരു അസ്തമയമൊക്കെ ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്നവർക്കും തീർച്ചയായും വരേണ്ട ഒരു സ്പോട്ടാണ് ലവ് ലേക്ക്. ഇവിടെ 100+ സ്പീഷീസ് ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽസ് ഉണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, ട്രീസ്, ഫ്ലവേഴ്സ് ഒക്കെ തന്നെയും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈവനിങ്ങിലുള്ള സൺസെറ്റാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും വിൻ്റർ തുടങ്ങിയത് ആകണം കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നത്. ഒരു പിക്നിക് മോഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ഏരിയയിൽ അവർ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. ഇനി ഡേ ടൈമിൽ വരുന്നവർക്ക് ഫിറ്റ്നസ് ജോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് പാത്തുണ്ട്. അതുമാത്രമല്ല അൽഖുദ്ര സൈക്ലിംഗ് ട്രാക്കും ഇതിനടുത്തായിട്ട് തന്നെയാണ്. ഇവിടെ കാർ പാർക്കിങ്ങിന് ഒരു വലിയ ഒരു ഏരിയ തന്നെയുണ്ട്. പിന്നെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. നമ്മളുടെ സിറ്റിയുടെ ഒരു ഔട്ട്സൈഡായിട്ട് വന്നിട്ട് ഈസി ആയിട്ട് കാറ് പോകുന്ന ഒരിടം. ശരിക്കും 4 വീലർ തന്നെ വേണമെന്നില്ല ഈ ഒരു ലവ് ലേക്കിലേക്ക് എത്താനായിട്ട്. ഇതിൻ്റെ ടൈമിംഗ് അങ്ങനെയൊന്നുമില്ല. ശരിക്കും 24 hours ഇത് ഓപ്പൺ ആണ്. UAE-യിലുള്ളവർക്കൊക്കെ തന്നെയും അറിയാം നല്ല ഒരു വെതറാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു ഉച്ച തിരിഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് ഒരു നല്ല ടെമ്പറേച്ചർ ആണെങ്കിലും ചൂടൊന്നുമില്ല, കുറച്ച് തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് പ്രശാന്ത സുന്ദരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാവുന്നതാണ്. ഈ കാണുന്ന ലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ശരിക്കും കൊള്ളാമല്ലോ, മാൻമെയ്ഡ് ആണല്ലോ, വലുതാണല്ലോ എന്നൊക്കെ. സൂക്ഷിച്ച് നോക്കി അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഒരുപാട് മത്സ്യങ്ങളുണ്ട്. കുറച്ചധികം ഓർണമെൻ്റൽ ഫിഷസിനെ ഇതിനകത്ത് വളർത്തുന്നുണ്ട് അവർ. അത് അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നൈറ്റിൽ കാർ ഓടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഈ ഒരു കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചെറിയ ഓരോരോ ആനിമൽസ് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റാബിറ്റ് അല്ലെങ്കിൽ ഡിയർ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അവിടെ അതിനുള്ള സൈൻ ബോർഡൊക്കെ ഉണ്ട്. അതനുസരിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. ഇവിടെ ഫാമിലി ആയിട്ടാണെങ്കിലും കുറേ പേര് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. ടെൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഒരു രാത്രി ഫുള്ള് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് മെയിനായിട്ടും തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്, പോസ്റ്റ് ലൈറ്റ് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ വരുന്നവർ ക്യാമ്പിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്നവർ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് കൊണ്ടുവന്നിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ലവ് ലേക്കിലേക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അത് ഭയങ്കര വൈഡായിട്ടുള്ള വഴിയൊന്നും തന്നെയല്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ചെറിയ കുറ്റിക്കാട്ടിനിടയിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു ഫീലാണ്. നമ്മൾ പോയ ദിവസം പ്രത്യേകിച്ചും നാഷണൽ ഹോളിഡേയ്സിൻ്റെയൊക്കെ ആ ഒരു വീക്കായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ക്രൗഡഡ് ആയിരുന്നു. നടന്നു പോകുമ്പോൾ അടുത്തടുത്ത് തന്നെയും ഒരുപാട് ആളുകൾ തിങ്ങി ഞെരുങ്ങി നടന്നു പോകുന്നൊരു ഫീലായിരുന്നു. പക്ഷേ ലേക്കിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനടുത്തിരിക്കാനായിട്ടും സ്പേസ് ഉണ്ട്. ഇനി നല്ല നല്ല സ്പോട്ടുകൾ, ചില ബാർബിക്യൂ ഒക്കെ ഡെസിഗ്നേറ്റഡ് ഏരിയാസിലാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ആ സ്പോട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകാതെ ഒരു 3 മണിക്ക് നേരെങ്കിലും അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടൊക്കെ അത്യാവശ്യം നമുക്കായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് സൺസെറ്റ് നഷ്ടമായാൽ അത് വളരെയധികം വലിയൊരു നഷ്ടമായിരിക്കും. കാര്യം ഇപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ തന്നെ അസ്തമയത്തിലേക്ക് വരും. അപ്പോൾ അതിനു മുമ്പേ തന്നെ എന്തായാലും വരണം. അതിനു മുമ്പേ വന്നിട്ട് നല്ല നല്ല ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ശരിക്കും ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏതോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്ത പോലെയുള്ള അത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും. നമ്മൾ ലേക്കിനെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് മനസ്സൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ട് നല്ല കാം ആൻഡ് കൂൾ പ്ലേസിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയും ഒരു സെൽഫായിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു നല്ലൊരു പ്ലേസിൽ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എല്ലാവരും എടുത്തിട്ടുള്ളത്? ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഗോൾ സെറ്റ് ചെയ്യുക. ഇനി ആ ഗോളിനെ ചേസ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. 100% നമ്മൾ ആ ഗോൾസൊക്കെ അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് കിട്ടും. 2024ലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു 80% എങ്കിലും ചില കാര്യങ്ങളെങ്കിലും തീർത്തു എന്ന് ഞാൻ സമാധാനിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും ഓരോരോ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വർഷമാകട്ടെ ഈ 2025 എന്ന് ഞാൻ ആശംസിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.